നിലനിർത്താൻ എന്താണ് ഇനി ചെയ്യേണ്ടത് അതുകൊണ്ട് പറഞ്ഞാൽ പിള്ളേരെ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് ഇതിനകത്ത് അതിൻ്റെതായ ഒരു കാര്യങ്ങൾ പറഞ്ഞും മനസ്സിലാക്കി നമുക്കത് ചെയ്യുന്നെങ്കിൽ മാത്രം അവരുടെ മനസ്സ് നല്ലോണം കൊണ്ടുവന്നെങ്കിലേ നടക്കും. സാർ എന്താണ് പേര്? ഇവര് സാധുക്ക് എന്റെ ഒരു ദേവരാജ് യൂട്യൂബ് സമ്പ്രദായമാണ്. വയലിനെ പറ്റിയും അല്ലെങ്കിൽ കർഷകരെ കുറിച്ചും എന്തെങ്കിലും പറയാറുള്ളൂ? ഞങ്ങള് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ നെൽകൃഷി കാര്യങ്ങള്. അത് പാരമ്പര്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോ ഞാൻ ചെറിയ ബ്രാൻഡ് ആക്കിയിട്ടുണ്ട്. അത് അതിന്റെ വെച്ചാൽ ഈ അരിപ്പ് ഇതാണ് അതിനകത്ത് റൈസ് ടേസ്റ്റ് ഓഫ് നാച്ചുറൽ റൈസ്. ബാക്കി കാര്യങ്ങൾ വൈഫ് പറയും. ഇതിനകത്ത് എല്ലാം നാച്ചുറൽ ആയിട്ടാണ് ഉള്ളത്. നമ്മൾ ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല. നമ്മളിവിടെ എടുക്കുന്ന നെല്ല് അത് നമ്മൾ പ്രോസസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്ത് അരിയും അരിപ്പൊടിയും എല്ലാ സാധനങ്ങളും മൊത്തം തവിടടങ്ങിയതാണ്. ഇന്നത്തെ കുട്ടികൾക്കുള്ള കൂടുതൽ എഫിഷ്യൻസി ബ്രാൻ ഇല്ലാത്ത എഫിഷ്യൻസിയാണ്. അപ്പൊ ഇതിനകത്ത് ഫുള്ളും ബ്രാൻ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു. വളർത്തുന്ന തലമുറയ്ക്ക് കുഞ്ഞുങ്ങൾക്കെന്നല്ല വളർത്തുന്ന തലമുറയ്ക്ക് മൊത്തവും ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു ഫുഡ് കോംപ്ലിമെന്റ് സ്ഥാപനം. ഇത് സ്ഥാപനം കൊട്ടിയത്ത് മണ്ണും ഇടയ്ക്ക് വരും. കാര്യത്തുമുക്ക് എത്ര നാളെ തുടങ്ങിയിട്ട്? ഞാൻ വർഷം ചെയ്തോണ്ടിരിക്കുകയാണ്. ഇപ്പൊ കഴിഞ്ഞ വർഷം മുതലാണ് ചെറിയ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നു. ബ്രാൻഡ് ആക്കിയത് ഈ വർഷം മുതലാണ്. നല്ല കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ കിട്ടുന്ന അരികൾ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, വളരെ മോശമാണ് കിട്ടുന്നത്. നല്ല അരി നമുക്ക് കിട്ടാറില്ല. അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നെങ്കിൽ നല്ലൊരു വിജയമാണ്. നല്ല ഇത് എന്റെ മകളാണ് എന്റെ കൂടെ കർഷക കൃഷിക്ക് അവളും ഇതിനകത്ത് താല്പര്യമാകുന്ന ചെയ്യാറുണ്ട്. കൊയ്ത്തിനും ശരി നോക്കെ പറഞ്ഞ കാണാം. ഓക്കെ, നമസ്കാരം, കാണാം. സ്കൂൾ ഏതാണ്? NSMGHS കൊട്ടി അല്ലേ? സഹായ മദാ ഗേൾസ് ഹൈസ്കൂൾ. കൊട്ടിയം തന്നെയാണോ നാട്? അല്ല, എന്റത് ഇവിടെ തന്നെ. ആയിക്കോട്ടെ. നമ്മൾ ഏതാ കണ്ടിട്ടുണ്ടാക്കുന്നത്? ഉമയനല്ലൂർ ഇലയാണ്. ഞാനിത് ആദ്യമല്ല കിടന്നത്. കാണുന്നതിനേക്കാളും നല്ലതല്ലേ? മറ്റേത് കാണുന്നതിനേക്കാളും നല്ലതല്ലേ വയൽ കാണുന്നത്? വയലിൽ നിന്ന് എവിടത്തേക്കാ പോകേണ്ടത്? വയലിൽ നിന്ന് എങ്ങോട്ടാ പോകേണ്ടത് നമുക്കറിയാം. വയലിൽ നിന്ന് വീട്ടിലേക്ക് വയലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത് എന്താണ്? നെല്ലാണ് കൊണ്ടുപോകുന്നത്. മക്കൾക്ക് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള കർഷകർക്ക്. ഇത് നിലനിർത്തണം. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ഇങ്ങനെ നിലനിർത്തണം. നമ്മൾ വയൽ പാടശേഖരങ്ങൾ ഇനിയും വേണം. അതിലെ മക്കളായ നിങ്ങളാണ് മുൻകൈ. ഞങ്ങളുടെ സ്കൂളിൽ ഇങ്ങനെ ഒരു സംരംഭം ഉണ്ടാക്കാൻ ഞങ്ങൾ ഇങ്ങനെ മുമ്പ് ആലോചിച്ചിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ നല്ല സ്ഥലമുണ്ട്. അപ്പം ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഞങ്ങൾ SPCയുടെ ഭാഗമായിട്ട് തന്നെ ഇങ്ങനെ ഞങ്ങൾ പച്ചക്കറി കൃഷികളൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അതല്ലാതെ ഇങ്ങനെ വയലാപ്പം ഇങ്ങനെ കൊണ്ടുവരാനൊക്കെ ഞങ്ങൾ മുമ്പ് ഇങ്ങനെ ആഗ്രഹിച്ചത്. അപ്പൊ ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇത് വരാൻ പറ്റിയത്. അതായത് SPCയുടെ ഭാഗമായിട്ട് ഒരു കൃഷി ഞങ്ങളുടെ സ്കൂളിൽ തുടങ്ങണമെന്ന് ഞങ്ങൾക്ക് ഇങ്ങനെ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പാഠം തന്നെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇത് പറ്റിയത്. ഒരുപാട് സന്തോഷം. കുട്ടികൾക്ക് അതിലേറെ സന്തോഷം. കാര്യം ഇവരിത് മനസ്സിലാകുമ്പോഴത്തേക്ക് ഇവർക്ക് കൂടുതൽ ഇതില് ഒരു പ്രചോദനം ഉണ്ടാകുമല്ലോ ഇത് കാണുമ്പോഴത്തേക്ക്. അപ്പൊ ഇനി സ്കൂളിൽ ഞങ്ങൾക്ക് സ്ഥലമുണ്ട്. അപ്പൊ അത് ഞങ്ങൾ എന്തായാലും നോക്കിയിരിക്കും. നിങ്ങളെ ഭാവിയിൽ ആരാണ് ഡോക്ടറാവുന്നവരുണ്ട്, എഞ്ചിനീയറാവുന്നവരുണ്ട്, പിന്നെ കളക്ടർ, മന്ത്രിമാര്, നമ്മുടെ രാജ്യത്ത് വലിയ വലിയ ആൾക്കാരാണെന്നല്ലേ നിങ്ങളത് മനസ്സിലാക്കണ്ടേ? ഇത്ര പറയുന്നവിടെ കേൾക്കോ? അതിന്റെ സാവകാശം എന്താവും? അപ്പൊ പിന്നെ പറഞ്ഞോളൂ. അപ്പൊ അത്രയൊക്കെ ഉള്ളു അതിനെ പറ്റി പറയാം. അപ്പൊ വയല് നെല്ല് കണ്ടല്ലോ, അരിയാഹാരം, അന്നം, ആഹാരം ഒരു കാലാവസ്ഥയിലും വേണ്ടെങ്കിൽ വേണ്ടെന്ന് മാറിപ്പോഴും കൊണ്ടുപോയി കളയരുത്. അല്ല, ഞങ്ങൾ ഇവിടെ ഏലായിൽ നിൽക്കുക ടീച്ചറെ. ഉമയനല്ലൂർ ഏല. ഞങ്ങളുടെ HM. അപ്പൊ പേര് ടീച്ചറെ പേര്? ഇല്ല. ഞാൻ ഇപ്പൊ ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ പറഞ്ഞാൽ മതി. ഇവിടെ
കൃഷിക്കാരന് യാതൊരു മേൽഗതിയും ഇല്ലാത്തൊരവസ്ഥ കൂടിയാണ്. സർക്കാരും ബഹുമാനപ്പെട്ട ഉന്നത അധികാരികൾ മനസ്സിലാക്കണം. കാരണം അത്ര കഷ്ടമാണ് കർഷകന്റെ. നമ്മുടെ ഈ ചെടിയും വെള്ളത്തിൽ കൂടെ ഈ നെല്ലുകളെല്ലാം അവിടുന്ന് കൊയ്തെടുത്തു. ഇത്ര ഈ കിടക്കുന്ന എല്ലാം കൊയ്ത് കൊണ്ടുപോകണം, പോകണ്ട തലച്ചുമടായിട്ട് കൊണ്ടുപോകണം. മറിഞ്ഞ് വീണായാലും കഷ്ടപ്പെട്ടായാലും അവർ ചെയ്യുന്നത്. നമസ്കാരം ചേട്ടാ, മൈക്കോട്ട് വെച്ചോളൂ. ചേട്ടൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് മണികണ്ഠൻപിള്ള. മണികണ്ഠൻപിള്ള ചേട്ടാ, ഞങ്ങള് ഒരു ചാനലിൽ വരികയാണ്. അത് ചേട്ടനെ പറ്റി ഒന്ന് അറിയാൻ വേണ്ടി വരികയാണ്. ഇവിടുത്തെ കൃഷിയെ പറ്റിയൊക്കെ ഒന്ന് അറിയാനും കേൾക്കാനുമായിട്ട് വരികയാണ്. ശരി ശരി. അപ്പോൾ ചേട്ടാ ഒന്ന് പറഞ്ഞോളൂ. മൈക്ക് ഓക്കെ, പറഞ്ഞോളൂ ചേട്ടാ. കുഴപ്പമില്ല. എൻ്റെ പേര് ദേവരാജൻ. അത് നമ്മളെ അദ്ദേഹമാണ് യൂട്യൂബ് പ്രവർത്തകൻ്റെ പേര് രാജു ശിവദം. സാർ, ഞങ്ങൾ വന്നത് ചേട്ടൻ്റെ ഈ ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ നമുക്കറിയാം. എനിക്കും കുറഞ്ഞ കർഷകനായിരുന്നു. എങ്കിലും ഇപ്പോഴത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്, നമ്മള് ഇവിടെ ഈ വാട്ടർ അതോറിറ്റിയുടെ ഈ വെള്ളം ഇപ്പൊ കുടിവെള്ളം തുറന്നു വിടുന്നുണ്ട്. ആ പൈപ്പ് ലൈൻ വഴിയെ ഈ വെള്ളം ഇവിടെ ഈ കാഞ്ഞാന്തര എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഭയങ്കര വെള്ളക്കെട്ടായിരുന്നു. അങ്ങനെ 92 ബാബാ സാർ മുഖ്യമന്ത്രിയായിട്ട് ഒരു ഓട നിർമ്മിച്ചു. ആ ഓട വഴി ഈ ലൈൻ പൈപ്പിലെ വെള്ളം വന്ന് ഈ ഇല ഷാപ്പിൽ കൂടെ ഇറങ്ങി വരുന്നത്. മനസ്സിലായോ? അപ്പൊ ആ വെള്ളം കിടക്കുന്നത് കൊണ്ട് 10 സെന്റ് നിലം നമ്മളിപ്പോ കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14,000 രൂപയാവും വീട്ടിൽ ചെല്ലുമ്പോൾ. അതായത് ഒരാളിന് 1,200 രൂപ കൂലിയാണ്. ഈ നില ഇപ്പൊ ഞങ്ങൾ 6 പേര് എന്നെ കൂടെ കൂട്ടി ഞങ്ങൾ 7 പേരായി. 7 പേരെ രാവിലത്തെ ജോലിയായി ഇപ്പൊ ഇത്രയും കൊതിച്ചോണ്ട് മാറ്റിയത്. ഇത് ചുമന്ന വീട്ടിൽ കൊണ്ടുപോകണം. അപ്പൊ എനിക്കൊരു 3-4 പശുക്കളുണ്ട്. പശുക്കളുണ്ടായിട്ട് ആ വയ്ക്കുവാൻ്റെ ഇതുകൊണ്ടാണ് കൂടുതലും എടുക്കുന്നത്. അപ്പൊ ഈ നിലം എന്ന് പറഞ്ഞാൽ ഒരു 3 പേര് കൊയ്യാനുള്ള ഉടക്കം വെള്ളമില്ലായിരുന്നെങ്കിൽ 3 പേർക്കുള്ള ഉള്ളായിരുന്നു. ഇതിപ്പോ 6 ലേബർ ചാർജ് കൂടും. അതേപോലെ കട്ടയെടുപ്പ്, വെള്ളമില്ലായിരുന്നെങ്കിൽ 4 റേറ്റ് കുറവായിരുന്നു. 10 കൂടെ കയറും. അങ്ങനെ 4 പേര് വേണ്ടടുത്ത് ജോലിക്ക് 7 പേര് വേണം. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഈ വെള്ളം കിടക്കുന്നത് കൊണ്ട് അതിനിപ്പം ചേട്ടനൊക്കെ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ആ വെള്ളം നിർത്തലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ നമുക്ക് കണ്ടുപിടിക്കണം. എവിടെ ലീക്ക് എന്നുള്ളത് കണ്ടുപിടിച്ച് മാത്രമേ ഈ വെള്ളം ഇവിടുന്ന് ഈ വെള്ളം വരുന്നത് നമുക്ക് നടിയിലും കൃഷി ഇറക്കുന്നതിനും കൃഷി എടുക്കുന്നതിനും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് ബഹുമാനപ്പെട്ട ഏത് ചാനലിൽ കൂടി അത് ബഹുമാനപ്പെട്ട വാട്ടർ അതോറിറ്റിക്ക് ഞങ്ങൾക്ക് ഒരു നിർദ്ദേശം കൂടിയാണ്. അവകാശപ്പെടുകയാണ്. കാരണം ഇത് ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ വാർഡ് മെമ്പർ ആദ്യം അറിയിക്കുക, തെളിയിച്ചുകൊണ്ട് വാർഡ് മെമ്പർ സാന്നിധ്യത്തിൽ പഞ്ചായത്തിൽ അറിയിക്കുക, പഞ്ചായത്തിന് മുഖേന്ദ്രം സ്റ്റേറ്റിലേക്കൊക്കെ അറിയിച്ച് എത്രയും പെട്ടെന്ന് ശാശ്വത പരിഹാരം ഞങ്ങളോട് അഭ്യർത്ഥിക്കണം. ഞങ്ങൾ ചെയ്യാം. വളരെ സന്തോഷം. എങ്കിലും ഇത്രയും സമയത്ത് ഞങ്ങളോട് സഹകരിക്കാൻ വളരെ സന്തോഷം. പിന്നെ നമ്മുടെ ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രവും വല്യമ്പലവും ഒക്കെ ഉണ്ട്. ഈ പിന്നെ അതിനും ഭയങ്കര ഉത്സവമൊക്കെ മീനമാസത്തില് അറിയാം. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഉത്സവം കൊണ്ടാണോ കുതിരയെടുക്കണം കാര്യങ്ങൾ. ഈ വെള്ളം ഞാൻ ഇറങ്ങി കിടക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭക്തജനങ്ങൾക്ക് വന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ഇനി വരുന്ന കാലം ഈ വർഷം നടക്കും തോന്നുന്നില്ല, അടുത്ത വർഷത്തിലും പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഒരുപാട് കാലത്തിന് ശേഷമാണ് വയലിൽ കൊടുന്ന് നടക്കുന്നത്. അത് ദൈവം എന്നെ അനുവദിച്ച് നന്ദി ദൈവത്തിന്. കാരണം ഈ വയലിൽ ഞാൻ കൊയ്തിട്ടുണ്ട്. വേറെ ചില വയലിലും കൊയ്യാൻ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഓർമ്മകൾ അതൊക്കെയാണ്. എന്താ പൊന്മണികൾ ആയിവാ. തീർച്ചയായിട്ടും ഇതൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറന്നു പോകാൻ പറ്റുന്ന അവസ്ഥകളാണ്. അത് സ്വപ്നത്തിൽ കൂടി മാത്രം കാണാവുന്നൊരവസ്ഥ. ബയോ
कैसे आप लोग कैसे ठीक है ना? अभी आप लोग केरला में ना? अच्छा